ഭഗവാൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്നുള്ള ഭാവം എല്ലാവർക്കും ഉണ്ട്, രണ്ടു പക്ഷത്തിനും ഉണ്ട്. പാണ്ഡവന്മാരിൽ എല്ലാവർക്കും അതറിയാം. ദുര്യോധനന് ധിക്കാരിയായത് കാരണം അത് അംഗീകരിക്കില്ല. പക്ഷേ ദുര്യോധനന്റെ അതേ മുതിർന്നവര്, കൗരവപക്ഷത്തുള്ള മുതിർന്നവര് അവർ പറയുന്നുണ്ട് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കാരണം ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദുര്യോധനനും അർജുനനും. ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഭഗവാനെയും യാദവ സൈന്യത്തിനെയും തങ്ങളുടെ പക്ഷത്ത് കിട്ടണം, ഇതാണ് അവരുടെ ഉദ്ദേശം. അപ്പം അങ്ങനെ ചെന്ന സമയത്ത് ഭഗവാൻ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു. ഭഗവാനൊക്കെ നാട്ടിയാണ് കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നാരായണീയത്തിലെ 86-ാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളും എല്ലാ ഭക്തജനങ്ങളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും. നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും. തീർക്കാവൽ എത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ. പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ജനകായ നമ. ഓം ജനന്യേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞു രാജസൂയ യാഗത്തിനെ പറ്റി. മഹാഭാരത യുദ്ധത്തിനുള്ള വിത്ത് ഭഗവാൻ പാകി ഗംഭീരമായിട്ട് ആ വിത്ത് പാകണ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഉണ്ടായത്? ദ്വാരകയിലായാലും ശരി, പിന്നെ ഹസ്തിനാപുരിയിലും അത് കഴിഞ്ഞ് കുരുക്ഷേത്ര ഭൂമിയിലും എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ 86-ാമത്തെ ദശകത്തിൽ പറയുന്നത്. ഭഗവാൻ രാജസൂയ യാഗത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്ന സമയത്ത് ദ്വാരകയിൽ ഒരു ആക്രമണം ഉണ്ടായി എന്നാണ് പറയുക. ആരാണ് ആക്രമിച്ചത്? ശത്രു ആരാന്ന് വെച്ചാൽ സാൽവൻ എന്ന് പറയുന്ന രാജാവാണ്. ഈ സാൽവനെ കുറിച്ച് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്. 36-ാമത്തെ ദശകത്തിൽ പരശുരാമൻ്റെ കഥ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് യജ്ഞേക്ഷ്മാമപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുദ്ധ്യൻ പുന കൃഷ്ണോമും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരേർ ഭവാൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ സാൽവൻ മായാവിയായിട്ടുള്ള ഈ ദുഷ്ടനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പരശുരാമൻ വന്ന് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ സാധിക്കണില്ല. ആ സമയത്ത് കുമാരമഹർഷിമാർ സനകാദികൾ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് ഇവൻ്റെ മരണം അങ്ങയുടെ കൈകൊണ്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ സ്വരൂപത്തിലല്ല, കൃഷ്ണനായി വരുമ്പോഴാണ്. അത്രയും കാലം കൂടി ഇവന് ആയുസ്സുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പം തൽക്കാലം യുദ്ധം നിർത്തിക്കോളൂ, കൃഷ്ണനായി വന്നിട്ട് അങ്ങയുടെ കൈ കൊണ്ട് തന്നെയാണ് ഇവൻ്റെ മരണം എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതിനനുസരിച്ച് അന്ന് അവിടെ യുദ്ധം നിർത്തി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ അതാ ഏകദേശം 50 അധ്യായങ്ങൾ അല്ലേ, 36 കഴിഞ്ഞ് ഇപ്പോൾ 86-ലാണ് നമ്മൾ നിൽക്കുന്നത്. 86-ാമത്തെ ദശകത്തിലാണ് ആ സാൽവനെ പിന്നെ പറയുന്നതും എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള ആ സ്വരൂപത്തിൽ ആ സാൽവനെ വധിച്ചതും എന്നുള്ള കഥ പറയുന്നു. ഈ സാൽവനാണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ദ്വാരകയിൽ വന്ന് ആക്രമിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ എന്തിനു വന്ന് ആക്രമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാൽവൻ മഹാദേവനെ തപസ് ചെയ്തിട്ട് ഒരു വരം കിട്ടിയിട്ടുണ്ട്. വരം എന്താന്ന് വെച്ചാൽ സൗഭം എന്ന് പറയുന്ന ഒരു രഥമാണ്. ഈ രഥത്തിലിരുന്ന് താൻ യുദ്ധം ചെയ്യണ സമയത്ത് ഭഗവാൻ ഒഴിച്ച് മറ്റ് യാദവ സൈന്യത്തിലുള്ള ആർക്കും തന്നെ തോൽപ്പിക്കാൻ പറ്റാൻ പാടില്ല.
അതാണ് ഉദ്ദേശം. അപ്പം ദ്വാരക നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സാൽവൻ വന്നിട്ടുള്ളത്. ഭഗവാൻ വന്നാൽ താൻ തോൽക്കും. കാരണം ഭഗവാന്റെ നേരെ ഈ രഥത്തിനായാലും ശക്തിയില്ല. പക്ഷേ ഭഗവാൻ ഒഴിച്ച് മറ്റുള്ള യാദവ സൈന്യത്തിനെ മുഴുവൻ പരാജയപ്പെടുത്താൻ സാധിക്കും. അപ്പം അത് കാരണം തന്നെ ഭഗവാൻ രാജസൂയത്തിന് പോയ ആ സമയത്ത് ഇവിടെ ദ്വാരകയിൽ വന്നിട്ട് അതിഗംഭീരമായിട്ട് യുദ്ധം നടക്കണു. ഈ സമയത്ത് യാദവ സൈന്യവും അതെ അവിടെ യുദ്ധത്തിന് പോകുന്നുണ്ട്. ആരുടെ നേതൃത്വത്തിലാണെന്ന് വെച്ചാൽ ഭഗവത് പുത്രനായിട്ടുള്ള പ്രദ്യുമ്നനാണ് നേതൃത്വം വഹിക്കുന്നത്. അതിഗംഭീരമായിട്ട് അവിടെ യുദ്ധം നടക്കണു. ആ യുദ്ധത്തിൽ ഈ 27 ദിവസത്തോളം ഭഗവാൻ വരണത് വരെ ഈ പ്രദ്യുമ്നൻ ഈ സാൽവനെ പിടിച്ചു നിർത്തുന്നുണ്ട്, യുദ്ധത്തിൽ തടഞ്ഞു നിർത്തുന്നുണ്ട്. അത് ഭഗവാന്റെ തന്നെ പുത്രനായതുകൊണ്ടാണെന്ന് മേൽപ്പത്തൂരിൻ്റെ പക്ഷം. എന്തായാലും അങ്ങനെ ഗംഭീരമായിട്ട് യുദ്ധം 27 ദിവസത്തോളം നീണ്ടു നിന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ രാജസൂയ അവിടെ കഴിഞ്ഞ സന്ദർഭത്തിലാണ് അറിയണത് ഇങ്ങനെ സാൽവൻ വന്ന് ആക്രമിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ബലരാമസ്വാമിയോട് കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ ദ്വാരകയിൽ വന്നിട്ട് പിന്നെ ഭഗവാൻ വന്നിട്ട് യുദ്ധം തുടർന്നു. ആ തുടർന്ന സമയത്തും അതെ ഭഗവാൻ ശാർങ്ങം എന്ന് പേരായിട്ടുള്ള ഒരു ധനുസ്സുണ്ട് ഭഗവാന്. അത് കാരണമാണ് ശാർങ്ങപാണി എന്നാണ് പറയുക ഹരിയെ. അപ്പോൾ അങ്ങനെയുള്ള ആ ശാർങ്ങം എന്ന് പറയുന്ന ധനുസ്സ് ഈ യുദ്ധത്തിൻ്റെ മധ്യേ ഈ സാൽവൻ ഇവിടെ യുദ്ധത്തിൻ്റെ മധ്യേ ഈ തൻ്റെ ഗദ കൊണ്ട് ഈ ശാർങ്ങം എന്ന് പറയുന്ന ധനുസ് അവിടെ ഒടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കണു. ഭഗവാൻ തൻ്റെ ഗദ കൊണ്ട് ആ സൗഭം എന്ന് പറയുന്ന രഥം, സാൽവൻ്റെ ആ രഥം, മഹാദേവൻ അനുഗ്രഹിച്ചു കൊടുത്ത ആ രഥം അവിടെ നശിപ്പിക്കണു. ശേഷം ആ ചൈത്യരാജാവായ ശിശുപാലനെയൊക്കെ അനുഗ്രഹിച്ച പോലെ തന്നെ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഈ സാൽവനെ അവിടെ കഴുത്തറുത്തിട്ട് വധിക്കുകയാണ്. ഈ സമയത്ത് ശിശുപാലൻ്റെ പോലെ തന്നെ മറ്റൊരു പാർഷദനായിട്ടുണ്ടായിരുന്ന ദന്തവക്ത്രൻ അല്ലേ, നമ്മൾ കഥ പറയുമ്പോൾ പറയാറില്ലേ, ജയനും വിജയനും 3 ജന്മത്തിലെ ആ ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള അവർ തന്നെ 3 ജന്മത്തിലെ കർമ്മദോഷം കൊണ്ട് ഇവിടെ ഭൂമിയിൽ വന്ന് ജനിച്ചു. വിദ്വേഷഭക്തിയോടുകൂടി ഭഗവാനെ ആരാധിച്ചു. അങ്ങനെ ഭഗവാന്റെ കാൽക്കൽ തന്നെ എത്തിച്ചേർന്നു. അതിൽ ആദ്യത്തെ ജന്മമായിരുന്നു ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. 2ാമത്തെ ജന്മത്തിലാണ് രാവണ കുംഭകർണന്മാരായിട്ട് വന്നത്. 3ാമത്തെ ജന്മത്തിൽ ഒരാൾക്ക് മോക്ഷം കൊടുത്തു കഴിഞ്ഞ ദശകത്തിൽ ശിശുപാലനായിട്ട് വന്ന്. ഇതാ മറ്റേ ആള് ദന്തവക്ത്രൻ. സാൽവനെ ഭഗവാൻ വീഴ്ത്തിയത് കണ്ട സമയത്ത് യുദ്ധത്തിന് വരുന്നു. ദന്തവക്ത്രനെ അതെ തൻ്റെ കൗമോദകി എന്ന് പറയുന്ന ഗദ കൊണ്ട് അവിടെ അടിച്ചു വീഴ്ത്തി വധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആ സുകൃതികളായിട്ടുള്ള അവർക്ക് അനുഗ്രഹം കൊടുത്തു. ഭഗവാന്റെ കൈകൊണ്ട് വധം എന്ന് പറഞ്ഞാൽ തന്നെ അനുഗ്രഹമാണ്. കാരണം ഭഗവാന്റെ കൈകൊണ്ട് വധം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. അവർക്ക് മോക്ഷം സാധിച്ചു എന്ന് പറയുകയാണ്. കൃഷ്ണാവതാര സ്വരൂപിയായ ഭഗവാൻ ഇത്രയും കാലം തന്നെ ആഗ്രഹിച്ചിട്ടുള്ള, അത് ദുഷ്ടരായാലും ശരി ശിഷ്ടരായാലും ശരി, തന്നെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത്, തൻ്റെ ആ പാദത്തിലാണോ അവരുടെ മനസ്സുള്ളത്? അങ്ങനെയാണെങ്കിൽ ദുഷ്ടരായാലും ശരി ശിഷ്ടരായാലും ശരി അനുഗ്രഹിക്കുക തന്നെ, മോക്ഷം കൊടുക്കുക തന്നെ എന്നുള്ള ഭാവത്തിലാണ് കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ വന്നിട്ടുള്ളത്. എന്തായാലും ആ വധത്തിനൊക്കെ ശേഷമാണ് പിന്നീട് പറയുന്നത് ആ മഹാഭാരത യുദ്ധം. ആ യുദ്ധത്തിന് തൊട്ട് മുൻപ് അപ്പോൾ ഈ ഭഗവാൻ ദ്വാരകയ്ക്ക് വന്നൂലോ. രാജസൂയം കഴിഞ്ഞ ഉടനെയാണ് ഭഗവാന് വിവരം കിട്ടിയത് ദ്വാരക സാൽവൻ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭഗവാൻ ദ്വാരകയ്ക്ക് പോന്നു. ഇങ്ങനെ ഭഗവാൻ ദ്വാരകയ്ക്ക് പോകുന്ന സമയത്താണ് അവിടെ അപകടം ഉണ്ടായതെന്നാണ് പറയുക. അതായത് ഭഗവാൻ വിട്ടു നിന്ന അപ്പം അപകടം ഉണ്ടാവും. അതങ്ങനെയാണ്. ഭക്തന്മാർക്ക് ഭഗവാൻ കൂടെ ഉണ്ടാവുന്ന സമയത്ത് എപ്പോഴും സംരക്ഷണമാണ്. ഭഗവാന്റെ ആ ഒരു കൂട്ട്, ആ ഒരു സാന്നിധ്യം പെട്ടെന്നൊന്നും അങ്ങോട്ട് മറിയുമ്പോഴേക്കും എന്തെങ്കിലും ആപത്തിൽ ചെന്ന് പെടും. അതാണ് ഹസ്തിനാപുരിയിൽ ആ കള്ളച്ചൂതിൽ ചെന്ന് പെട്ടത്. അവിടെ ദുര്യോധനൻ തൻ്റെ കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവിനെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ആ ക്ഷണിച്ച സമയത്ത് അവിടെ ചെല്ലണു. സഹോദരന്മാരുടെയും പത്നിയായ ദ്രൗപദി ദേവിയുടെയും കൂടെ അവിടെ ചെല്ലണു. അവിടെ വെച്ചിട്ട് കള്ളച്ചൂത് കളിച്ചിട്ട് സർവ്വവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതിൻ്റെ അവസാനത്തിൽ നമുക്കറിയാം ദ്രൗപദി ദേവി, സതിയായിട്ടുള്ള ദ്രൗപദി ദേവിയെ അവിടെ അപമാനിക്കാൻ ഒരുമ്പെടുന്നു. സ്ത്രീഹിംസ ഏറ്റവും വലിയ പാപമാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ. അതിൻ്റെ അനന്തരഫലം പറയുന്നുണ്ട്, സർവനാശാണ് ഉണ്ടാവുക എന്നാണ് പറയുക. അതുതന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ അവിടെ പര്യവസാനിക്കുകയും ചെയ്തത്. ഇവിടെ ധിക്കാരിയായിട്ടുള്ള ദുര്യോധനൻ ആ ദ്രൗപദി ദേവിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ പുറപ്പെടാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അവിടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദ്രൗപദി ദേവി പലരോടും ചോദിക്കുന്നുണ്ട്. 5 ഭർത്താക്കന്മാരുള്ള ആളാണ്, വിലാളി വീരന്മാരായിട്ടുള്ള 5 ഭർത്താക്കന്മാരുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കണില്ല. ധൃതരാഷ്ട്ര മഹാരാജാവുണ്ട്, സിംഹാസനത്തിൻ്റെ മുകളിൽ ഇരിക്കണു, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റണില്ല. ആ കുരുവംശത്തിൻ്റെ മുതിർന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്, ഭീഷ്മരെ മുതലായവർ, ഗുരുതുല്യരായിട്ടുള്ള അവരുണ്ട്, ദ്രോണര് കൃപര് മുതലായവർ. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കണില്ല. അവസാനം മനസ്സിലാക്കുകയാണ്
തനിക്ക് തൻ്റെ ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനെ അങ്ങോട്ട് സ്മരിക്കലും സംശയമൊന്നുമില്ല. ആ ഭഗവാൻ അവിടെ ചേലയുടെ സ്വരൂപത്തിൽ അല്ലേ ആ ദ്രൗപദി അനുഗ്രഹിച്ചും കൊണ്ട് അവളുടെ മാനം സംരക്ഷിച്ചും കൊണ്ട് അവിടെ ഭഗവാന്റെ ആ സാന്നിധ്യം അറിയിക്കണം. ഇനിയിപ്പോൾ ആ രാജസദസ്സിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വനവാസത്തിന് പോയ സമയത്ത് അങ്ങനെയാണല്ലോ അവിടെ വ്യവസ്ഥ ഉണ്ടാക്കിയത്. 12 വർഷം വനത്തിൽ വസിക്കണം, 1 വർഷം അജ്ഞാതവാസം. ഈ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റാൻ പാടില്ല. അങ്ങനെ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ രാജ്യം ഞങ്ങൾ തിരിച്ചു തരാം, അല്ല കണ്ടുപിടിച്ചു അജ്ഞാതവാസക്കാലത്ത് വെച്ചാൽ പിന്നെ വീണ്ടും ഇത് റിപ്പീറ്റ്. അങ്ങനെയായിരുന്നു വ്യവസ്ഥ. എന്തായാലും ആ വനവാസത്തിൻ്റെ സമയത്തും അതേ ദുര്യോധനൻ അനേകം രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് വരെ. അങ്ങനെ ഒരു ശൈലിയിലാണ് ആ ദുർവാസാവ് മഹർഷി അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ ദുർവാസാവ് മഹർഷി 1000 ശിഷ്യന്മാരുടെയൊക്കെ കൂടെയാണ് വരുന്നത്. എന്താണ് ഉദ്ദേശം? ഭക്ഷണം ചോദിച്ചും കൊണ്ടാണ്, ഭിക്ഷാർത്ഥികളായിട്ടാണ് വരുന്നത്. മഹർഷിമാരങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗാർഹസ്ഥ്യം അനുഷ്ഠിക്കണ യുധിഷ്ഠിരൻ വേണം. വനത്തിലാണെന്നുണ്ടെങ്കിലും ആ ബ്രഹ്മചാരികളായിട്ടുള്ള മഹർഷിമാർക്ക്, സന്യാസികളായിട്ടുള്ളവർക്ക് ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണം ചോദിച്ച് വന്നതാണ്. പക്ഷെ ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ ദ്രൗപദിക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. കാരണം സൂര്യഭഗവാൻ അനുഗ്രഹിച്ച് അക്ഷയപാത്രം എന്ന് പറയുന്ന ഒരു പാത്രം കയ്യിലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര പേർക്ക് വേണമെങ്കിലും അതിന് വിളമ്പി കൊടുക്കാൻ പറ്റും. പക്ഷെ അവസാനം ദ്രൗപദി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് ഭക്ഷണം കിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ രസം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ദ്രൗപദിയും കഴിച്ചതിന് ശേഷമാണ് ഈ ദുർവാസാവ് മഹർഷി ശിഷ്യന്മാരും വരുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ അന്നിനി ഭക്ഷണം കിട്ടില്ല. ഇനിയിപ്പോൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് മഹർഷി ശപിക്കും, ഭസ്മാക്കും. ഭക്ഷണം ഉണ്ടാക്കുക എങ്ങനെയാണ്? അതും സാധിക്കില്ലല്ലോ. ഇത്രയും പേർക്ക് ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? ദ്രൗപദി ആണെങ്കിൽ കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യുക? അപ്പോൾ വീണ്ടും തനിക്ക് അന്ന് ആ ചേല തന്ന് അനുഗ്രഹിച്ച ആ ഭഗവാനെ തന്നെ സ്മരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യുക ഈ ധർമ്മസങ്കടത്തിൽ? ഒന്ന് സ്മരിക്കേ വേണ്ടുള്ളൂ എന്നാ. ഇനിയിപ്പോൾ രാജസദസ്സായാലും വേണ്ടില്ല, കാടായാലും വേണ്ടില്ല, ഓടി വന്നോളൂ. ഭഗവാൻ അങ്ങോട്ട് എത്തിയിട്ട് അവിടെ സാധാരണഗതിക്ക് സുഖല്ലേ ക്ഷേമല്ലേ എന്നൊക്കെ അന്വേഷിക്കാൻ വന്ന പോലെ വന്നത്. അപ്പോഴാണ് പറയണത് ഇങ്ങനെ ഒരു അപകടം ഉണ്ട്, ഇങ്ങനെ ഒരു ആപത്തുണ്ട്, രക്ഷിക്കണേന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് ദ്രൗപദി, എന്തെങ്കിലും കഴിക്കാണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ എന്താ തരിക? എന്നെ കളിയാക്കുകയാണോ? ദുർവാസാവ് മഹർഷിക്ക് എന്നെ കൊടുക്കാനൊന്നുമില്ല, അപ്പം അങ്ങേക്ക് എന്താ തരിക എന്ന് ചോദിക്കുന്ന സമയത്ത് നോക്കൂ, നിന്റെ പാത്രത്തിൽ നോക്കൂ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ല. ഒന്നുമില്ല കൃഷ്ണ. പാത്രം കാണിച്ചു കൊടുക്കുകയാണ്. പാത്രം കാണിച്ചു കൊടുത്തപ്പോൾ ഭഗവാൻ അതിൻ്റെ അടിയിൽ ഒരു ചീരയുടെ ഇല ബാക്കി ഉണ്ടായിരുന്നു എന്നാ. ഇതുണ്ടല്ലോ, ഇത് മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ ചീരയുടെ ഇല അങ്ങോട്ട് ഭക്ഷിക്കലും. പുറത്ത് ആരാണ് ഭക്ഷിച്ചത്? അല്ലേ, ഭഗവാനാണ് ഭക്ഷിച്ചത്. ഭഗവാൻ തന്നെയാണ് ഈ ജഗത്ത് മുഴുവൻ. ഭഗവാൻ ഭക്ഷിച്ചപ്പോഴേക്കും എല്ലാവർക്കും തൃപ്തിയായി. അപ്പോൾ ഭഗവാൻ ഇവിടെ അങ്ങോട്ട് ഭക്ഷിച്ച് കഴിയലും പുറത്തിരിക്കണം ആ മഹർഷിയും ശിഷ്യന്മാരും എല്ലാവരും തൃപ്തിയായിട്ട് അങ്ങോട്ട് എമ്പക്കം വിട്ടു എന്നാണ് പറയുക. അപ്പോൾ അവർക്കിനി വെള്ളം പോലും ഇറങ്ങില്ല, അത്രയ്ക്ക് തൃപ്തിയായിരിക്കട്ടെ, അത്രയ്ക്ക് നിറഞ്ഞു. അപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലാണ്ട് നടക്കില്ല. അവിടെ അവരെ അനുഗ്രഹിച്ചും കൊണ്ട് അവിടുന്ന് വേഗം സ്ഥലം വിട്ടു എന്നാണ് പറയുക. കാരണം ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഭഗവത് ഭക്തനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട് അല്ലേ. 33ാമത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞതാ. അന്നൊരു വർഷക്കാലം ലോകം മുഴുവൻ ഓടേണ്ടി വന്നു സുദർശന ചക്രം പിന്നാലെ വന്നിട്ട്. ഇത്തവണ ആ അപകടം ചെയ്യില്ല എന്നുള്ള മട്ടിൽ അവരെ അനുഗ്രഹിച്ചും കൊണ്ട് വേഗം സ്ഥലം വിട്ടു എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ആ രാജസദസ്സിലായാലും വേണ്ടില്ല, ആ കാട്ടിലായാലും വേണ്ടില്ല, അങ്ങനെയാണ് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭഗവാൻ മാത്രമാണ് ആശ്രയം. സുഖത്തിലും അതെ, ദുഃഖത്തിലും അതെ, അവരെ ആശ്രയിക്കുന്നത് ആ ഭഗവാന് മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങനെ ആ വനവാസക്കാലം കഴിഞ്ഞു, അജ്ഞാതവാസക്കാലവും കഴിഞ്ഞു. പക്ഷേ ദുര്യോധനൻ, അധർമ്മിയായിട്ടുള്ള ദുര്യോധനൻ വ്യവസ്ഥയ്ക്കനുസരിച്ച് തിരിച്ചു കൊടുത്തില്ല ആ രാജ്യം. അങ്ങനെ യുദ്ധത്തിനുള്ള സന്ദർഭമായി. ഇവിടെ ഭഗവാനാണ് പാണ്ഡവന്മാരുടെ പക്ഷത്തുനിന്ന് ദൂതനായിട്ട് വരുന്നത്. യുദ്ധം ഒഴിവാക്കാം, നിങ്ങൾ ആ പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ടത് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കൂ എന്ന് ഉപദേശം പറഞ്ഞുകൊണ്ട് ഭഗവാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഭഗവാന്റെ വാക്ക് ഭീഷ്മര്, ദ്രോണര് മുതലായവരൊക്കെ അംഗീകരിക്കണമുണ്ട്. പക്ഷെ ധിക്കാരിയായിട്ടുള്ള ദുര്യോധനൻ അംഗീകരിച്ചില്ല. മാത്രമല്ല ഭഗവാനെ അപമാനിക്കാനും ശിക്ഷിക്കാനും ഒക്കെ പുറപ്പെട്ടു. അപ്പോൾ അവരണ വിനാശം, മഹാഭാരത യുദ്ധത്തിൽ ഇനി വരാൻ പോണ വിനാശം അതൊന്ന് മുൻകൂട്ടി കാണിച്ചു കൊടുക്കാം, ഒരു ട്രെയിലർ കാണിച്ചു കൊടുക്കാം എന്നുള്ള മട്ടിൽ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുക ദുര്യോധനന്. എന്തായാലും അവിടെ എല്ലാവരും സ്തബ്ധരായിട്ട് നിൽക്കെ ഭഗവാൻ തിരിച്ചു പോന്നു. വിതുരരെ അനുഗ്രഹിച്ച കഥയൊക്കെ ഉണ്ട് ഈ സന്ദർഭത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് മഹാഭാരത യുദ്ധം. യുദ്ധത്തിന്
ഭഗവാൻ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്നുള്ള ഭാവം എല്ലാവർക്കും ഉണ്ട്, രണ്ടു പക്ഷത്തിനും ഉണ്ട്. പാണ്ഡവന്മാരിൽ എല്ലാവർക്കും അതറിയാം. ദുര്യോധനന് ധിക്കാരിയായത് കാരണം അത് അംഗീകരിക്കില്ല. പക്ഷേ ദുര്യോധനന്റെ അതേ മുതിർന്നവര്, കൗരവപക്ഷത്തുള്ള മുതിർന്നവര്, അവര് പറയുന്നുണ്ട് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാരണം ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദുര്യോധനനും അർജുനനും. ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഭഗവാനെയും യാദവ സൈന്യത്തിനെയും തങ്ങളുടെ പക്ഷത്ത് കിട്ടണം, ഇതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ചെന്ന സമയത്ത് ഭഗവാൻ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു. ഭഗവാനൊക്കെ നാട്യാണ് കേട്ടോ. ഇനിയിപ്പോ 2 ശ്ലോകം കഴിഞ്ഞാൽ നമുക്ക് കാണാം വേറൊരു നാടകം. എന്തായാലും ഉറക്കം നടിച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുന്ന സമയത്ത് ആദ്യം വന്നത് ദുര്യോധനനാണെന്നാ പറയാം. പിന്നെയാണ് അർജുനൻ വന്നത്. രണ്ടുപേരും ഭഗവാൻ ഉണരാൻ കാത്തു നിന്നു. പക്ഷെ രസം എന്താന്ന് വെച്ചാൽ രണ്ടുപേരും അവരവരുടെ ആ ഹൃദയത്തിന്റെ ഭാവം എങ്ങനെയാണോ അങ്ങനെയുള്ള 2 സ്ഥാനങ്ങളിലാണ് പോയിട്ടിരുന്നത്. ദുര്യോധനൻ അഹങ്കാരിയായിരുന്നു. അത് കാരണം എന്താ ചെയ്തത്, ഭഗവാന്റെ തലയ്ക്കലാണ് പോയിട്ടിരുന്നത്. കാത്തിരിക്കുകയാണ് ഉണരാൻ, പക്ഷെ തലയ്ക്കലാണ് പോയിട്ടിരുന്നത്. അർജുനൻ വന്നപ്പോഴോ ഭഗവാൻ അങ്ങനെ അങ്ങോട്ട് ആനന്ദശായിയായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ, ഭക്തനാണല്ലേ അർജുനൻ, എല്ലാം ആ ഭഗവാനിൽ സമർപ്പിച്ചിട്ടുള്ള ആളാ. അത്രയധികം ഭക്തിയോടുകൂടി ഭഗവാന്റെ കാൽക്കൽ ചെന്നിരുന്നു എന്നാ, ഭഗവാന്റെ കാല് തലോടിയും കൊണ്ട് ആ കാൽക്കൽ ചെന്നിരുന്നു എന്നാ പറയണത്. സ്വാഭാവികമായിട്ടും ഉറങ്ങി എണീക്കണ ഒരാൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുക തലക്കിലിരിക്കുന്ന ആളെയാണോ കാൽക്കലിരിക്കുന്ന ആളെയാണോ? കാൽക്കലിരിക്കുന്ന ആളെയാണ്. അപ്പൊ അങ്ങനെയാണ് അർജുനനോട് പറയുന്നത് നീ ആദ്യം ചോദിക്കൂന്ന. ഇവിടെ കാണിച്ചു തരികയാണ് ഭഗവാനെ സമീപിക്കുന്ന സമയത്ത് ഏത് ഭാവത്തിൽ വേണം എന്നുള്ളത് കാണിച്ചു തരികയാണ്. വിനമ്രതയോടുകൂടി സമർപ്പണ ഭാവത്തോടു കൂടി നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് നന്മ ഉണ്ടാവണോ, ഭഗവാൻ അനുഗ്രഹിക്കണോ, ഭഗവാൻ സന്തോഷിക്കണോ എന്ന് കാണിക്കുകയാണ്. എന്തായാലും ഇവിടെ 2 പേർക്കും ആവശ്യമുള്ളത് എന്താണെന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ പറയാണ് എന്നെയും വേണം യാദവ സൈന്യവും വേണം, രണ്ടും കൂടി നടക്കില്ല. 2 ആളെ എന്നോട് അഭ്യർത്ഥിക്കാൻ വന്ന സ്ഥിതിക്ക് ഒരാൾക്ക് ഒരു കാര്യം അത് ഞാൻ തരാം. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകിൽ എൻ്റെ യാദവ സൈന്യം അല്ലെങ്കിൽ ഞാൻ, ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. പക്ഷെ അതിൽ വേറൊരു വ്യവസ്ഥയും കൂടി ഉണ്ട്. യാദവ സൈന്യം കിട്ടുന്ന ആൾക്കാർക്ക് അവരുടെ സൈന്യബലം വർദ്ധിക്കും. പക്ഷേ ഞാൻ എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ ഞാൻ നിരായുധനായിട്ടാണ് വരിക എന്നാ, ഞാൻ യുദ്ധമൊന്നും ചെയ്യില്ല, ഞാൻ കൂടെ നിൽക്കുക ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അത് കേട്ട സമയത്ത് അർജുനനോട് പറയുകയും ചെയ്തു നീ ആദ്യം ചോദിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു. അപ്പം അർജുനന് സംശയമൊന്നും ഉണ്ടായില്ല. എനിക്ക് സൈന്യവും വേണ്ട, ഭഗവാൻ ആയുധധാരിയായിട്ട് വരുവും വേണ്ട, ഒന്നും വേണ്ട, ഭഗവാൻ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അത് മാത്രമേ, അത് ഭക്തന്മാരുടെ ലക്ഷണമാണ്. ലോകം മുഴുവൻ ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നാലും അവർ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ മാത്രം മതി കൂടെ, ഉറപ്പാണ് വിജയിച്ചോളും എന്നുള്ളത്, ഉറപ്പാണ് നന്മയിലേക്ക് എത്തുന്നുള്ളത്. കാരണം കൂടെ നിൽക്കേണ്ട ആളാ ഭഗവാനാണ്, ബാക്കിയുള്ളവരൊക്കെ ഭഗവാന്റെ നിയന്ത്രണത്തിൽ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ അർജുനൻ ചോദിക്കുകയാണ് ഇല്ല ഭഗവാനെ മാത്രം മതി. അങ്ങനെ ഭഗവാൻ സന്തോഷിച്ചു, ദുര്യോധനും സന്തോഷമായി എന്നാ. കാരണം നിരായുധനായിട്ട് ഇപ്പോൾ ഇയാളെ കൂടെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം, യുദ്ധത്തിനാണ് പോണത് അല്ലേ. അപ്പോൾ ഇയാൾ ആയുധം എടുക്കില്ല വെച്ചപ്പോൾ എന്താ ഒരു ഗുണമുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ദുര്യോധനൻ ചിന്തിച്ചത്. അത് കാരണം സൈന്യം കിട്ടിയപ്പോൾ അയാൾക്കും സന്തോഷമായി. ഇവിടെ അർജുനൻ ചോദിച്ചത് കിട്ടിയപ്പോൾ അർജുനനും സന്തോഷമായി. അങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് ചെന്നാൽ എന്ത് ചോദിച്ചാലും അതെ തൃപ്തിയില്ലാണ്ട് നമ്മൾ തിരിച്ചു പോരില്ല. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കിട്ടും. പക്ഷേ നമ്മൾ പോവണ ഭാവത്തിനനുസരിച്ചാണ് പിന്നെ അതിൻ്റെ അനന്തരഫലം ഉണ്ടാവുക എന്ന് മാത്രം. എന്താണെന്ന് വെച്ചാൽ അർജുനൻ അവിടെ വിനമ്രതയായിട്ടാണ് പോയത്. അത് കാരണം അർജുനന് നന്മയാണ് ഉണ്ടായത്. അർജുനൻ്റെയും കാര്യം നടന്നു, ദുര്യോധനൻ്റെയും കാര്യം നടന്നു. പക്ഷെ അവസാനം വിനാശമാണ് ഉണ്ടായത്. കാരണം ചെന്നത് അഹങ്കാരമായിട്ട്. അതാണ് ആ 2 ഭാവത്തിൻ്റെ വ്യത്യാസം പറയുന്നത്. എന്തായാലും 2 പേർക്ക് സന്തോഷമായി, തിരിച്ചു പോന്നു. പിന്നീടാണ് ആ യുദ്ധത്തിൻ്റെ സന്ദർഭം പറയുന്നത്. നമുക്കറിയാം യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ആ ഭീഷ്മപർവ്വത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഭാഗം. അർജുനൻ അങ്ങനെ യുദ്ധത്തിനായി കൊണ്ട് നിൽക്കുന്ന സമയത്ത് എതിരെ ആരെയാണ് കാണുന്നത്? തൻ്റെ കുടുംബത്തിലുള്ള തൻ്റെ ബന്ധുക്കൾ തന്നെ, തൻ്റെ ഗുരുക്കന്മാർ തന്നെ, മുതിർന്നവരൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് താൻ അവർക്ക് നേരെ യുദ്ധം ചെയ്യുക അല്ലേ? തനിക്ക് സാധിക്കില്ല അതിന്. അപ്പോൾ താൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നെ കൊണ്ട് പറ്റില്ല കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കാൽക്കൽ വീഴുകയാണ്. ഭഗവാന്റെ മുൻപിൽ തൻ്റെ സർവസ്വവും സമർപ്പിക്കുകയാണ്, സർവാത്മനാ തന്നെ സമർപ്പിക്കുകയാണ്. ശിഷ്യസ്തേ അഹം ശാധി മാം ത്വാം പ്രപന്ന എന്ന് പറയും ഭഗവത്ഗീതയിൽ. അങ്ങനെ ആ സമർപ്പണം, ആ ഒരു സമർപ്പണമാണ് ആവശ്യം. ഭഗവാൻ ഏത് ഭാവത്തിലാണ് അവിടെ നിൽക്കുന്നത്? അർജുനന്റെ തേരാളിയായിട്ടാണ് നിൽക്കുന്നത്. പറഞ്ഞ വാക്കനുസരിച്ചാണ്, ആയുധമൊന്നും എടുത്തിട്ടില്ല എന്നാൽ കൂടെ നിൽക്കുന്നും പറഞ്ഞു. അതിനനുസരിച്ചാണ് സാരഥിയായിട്ട് വന്നത്. നമുക്ക് തോന്നും ഡ്രൈവറിന്റെ ഭാവം, ഒരു താഴെക്കടയുള്ള ഒരു ഭാവം എന്ന് തോന്നും. നോക്കൂ, ഭഗവാൻ തേരാളിയായിട്ട് വരാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. അർജുനന്റെ ഒരു ഭാഗ്യം ചിന്തിച്ചു നോക്കൂ അല്ലേ. മാർഗദർശനം കാണിക്കാനുള്ള ആളെന്നാ, തേരാളി എന്നല്ല, ഗുരുവാണ് ശരിക്കും. കാരണം എന്താ,
നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഈ ഒരു രഥം, ആ രഥം വേണ്ട വഴിക്ക് എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് കാണിച്ചു തരാൻ തേരാളിയായിട്ട്, സാരഥിയായിട്ട് ഒരാൾ മുൻപിൽ നിൽക്കണുണ്ട്. അത് ഭഗവാനെ തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക, എന്തൊരു ഭാഗ്യമാണ്. പിന്നെ എന്താണ് നമുക്ക് വേറെ വേണ്ടത് അല്ലേ? ജീവിതത്തിൽ എത്രയധികം പ്രതിസന്ധികൾ വരുന്നു. ഇതാണ് ശരിയായ മാർഗം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നു. പല സമയത്തും നമ്മൾ അപകടത്തിലാണ് ചെന്ന് വീഴുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് എത്രയധികം വിഘ്നങ്ങളാണ് വരുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല അല്ലേ? എത്ര കോംപ്ലക്സ് ആണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ആ ഒരു ജീവിതത്തിനെ, ആ രഥത്തിനെ മുന്നോട്ട് നയിക്കാൻ ഭഗവാനെ തന്നെ സാരഥിയായി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് അതല്ലേ? അർജുനന് കിട്ടിയ സൗഭാഗ്യതാണ്. അതുകൊണ്ട് മാത്രമാണ് ആ പാണ്ഡവന്മാർ ആ യുദ്ധം അവിടെ ജയിക്കുന്നത്. നമുക്കറിയണ കഥയാണ്. എന്തായാലും ഇങ്ങനെ തേരാളിയായി കിട്ടിയെന്ന് മാത്രമല്ല, ആ സമയത്താണ് ഈ ഒരു ധർമ്മസങ്കടം വരുമ്പോൾ ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് ചോദിക്കുന്നത്, ഞാൻ അങ്ങയുടെ മുൻപിൽ ഒരു ശിഷ്യൻ എന്നുള്ള ഭാവത്തിൽ നിന്നിട്ട് എല്ലാം അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ച് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഈ യുദ്ധം ചെയ്യേണ്ടത്, എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ സമർപ്പിക്കുന്നത് ഒരു ശിഷ്യൻ്റെ ഭാവത്തിലാണെന്നുണ്ടെങ്കിലും ഭഗവാൻ അപ്പോഴും സഖാവ്, സ്നേഹിതൻ എന്നുള്ള ഭാവത്തിലാണ്, ആ വാത്സല്യത്തോടു കൂടിയാണ് അതിഗംഭീരമായിട്ടുള്ള ആ ഗീത അവിടെ പറഞ്ഞു കൊടുക്കണു. ഭഗവത്ഗീത പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്, എന്തിനാണ് നിനക്ക് ഇത്ര പരിഭ്രമം എന്ന് ചോദിക്കുകയാണ്. നീയാണിതൊക്കെ ചെയ്യണമെന്നുള്ളൊരു ഭാവം നിനക്ക് വരുമ്പോഴല്ലേ ഈ പ്രശ്നമൊക്കെ ഉള്ളൂ. നിന്നിലൂടെ ഞാനാണിതൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ? അപ്പം ഈ കാണുന്ന സംഭവങ്ങൾ, ഈ പ്രവർത്തികൾ, യുദ്ധം, വധം, ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്യുകയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ അനന്തരഫലത്തിനെ കുറിച്ച് നിനക്ക് ഭയം ഉണ്ടാവുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഈ ഭൂമിയുടെ ഭാരം ഇല്ലാണ്ടാക്കുക, അധർമ്മികളെ നശിപ്പിക്കുക, അധർമ്മത്തിനെ പുനരുദ്ധരിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. എൻ്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. അതിന് നീ ഒരു നിമിത്തമാവണുള്ളൂ, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു നിമിത്തം മാത്രമായിട്ടാണ് നിന്നെ അവിടെ ഞാൻ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അപ്പം നിനക്ക് എന്തെങ്കിലും പരിഭ്രമത്തിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ എന്താണ് മരണം? ആത്മാവിന് എവിടെയാണ് ജനനം, എവിടെയാണ് മരണം അല്ലേ? അവരവരുടെ കർമ്മപ്രാരബ്ധം അനുസരിച്ച് പല സ്വരൂപങ്ങളിലും ഇവിടെ വന്ന് ജനിക്കണു, ഇവിടെ നിന്ന് പോകണു. ഇവിടെ ചെയ്യണ കർമ്മത്തിനനുസരിച്ച് പിന്നെയും അതേ വേറെ പല മാതൃയോനികളിലും ചെന്ന് വീഴണു അല്ലേ? അതല്ലേ സംഭവിക്കുന്നത്? ശരിക്കും ആരെയും വധിക്കണമില്ല, ആരും വധിക്കപ്പെടണമില്ല. അപ്പോൾ നീ ഇപ്പം എന്താണ് വേണ്ടത്? എന്നിൽ സർവസ്വവും സമർപ്പിക്കുക. ഇപ്പം സമർപ്പിച്ചിട്ട് നീ ചോദിച്ചില്ലേ, അതേ ഭാവത്തിൽ, ആ അർപ്പണ ഭാവത്തോടു കൂടി നീ നിൻ്റെ ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കുക. യുദ്ധം ചെയ്യുക എന്നുള്ള നിൻ്റെ ധർമ്മം അത് നീ അനുഷ്ഠിക്കുക. അത്രമാത്രം നീ ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അല്ലേ? അവിടെ ആ വിശ്വരൂപവും കൂടി കാണിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. നോക്കൂ, നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരികയാണ് എങ്ങനെ ഈ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സിലാവണില്ല അല്ലെ? ആ ഒരു തീർച്ച, ഒരു മനസ്സിനൊരു മാർഗം കാണാത്ത ആ ഒരു സമയത്ത് നമ്മളൊക്കെ ചെയ്യേണ്ടത് ഇതാണ്, സമർപ്പിക്കുക, ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. അപ്പോൾ ഭഗവാൻ മാർഗം കാണിച്ചു തന്നോളും. ഭഗവാൻ നമ്മളിലൂടെ ഭഗവാൻ പ്രകടാവും, ഭഗവാന്റെ ശക്തി പ്രകടാവും. അപ്പോൾ നമുക്ക് നന്മ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, ധർമ്മം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അത്ര തന്നെ വേണ്ടുള്ളൂ. നമ്മൾ വേറുള്ള കാര്യത്തിനെക്കുറിച്ചൊന്നും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് കാണിച്ചു തരാണ്. അങ്ങനെ ആ യുദ്ധം ചെയ്തു. യുദ്ധത്തിൻ്റെ സമയത്തും അതേ നമുക്കറിയാം, ആദ്യം വീഴണ യോദ്ധാവ് ആരാ? കൗരവപക്ഷത്ത് ഭീഷ്മരാണ്. ഭീഷ്മരോ ഭഗവാന്റെ അത്രയും ഉത്തമനായിട്ടുള്ള ഭക്തനാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു താൻ ആയുധം എടുക്കില്ല. നമ്മൾ മുൻപ് പറഞ്ഞതാ. ഇത് കേട്ട സമയത്ത് ഭീഷ്മർ പറഞ്ഞു അത്രേ, ആഹാ അങ്ങനെ പറഞ്ഞു ഭഗവാൻ, എന്നാ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് ഭീഷ്മർ ഒരു ശപഥം എടുത്തു എന്നാ. അപ്പൊ അവിടെ നോക്കാൻ വേണ്ടിയിട്ടാണെന്നാ, ഭഗവാനാണോ ഭക്തനാണോ ജയിക്കുകയെന്ന്. ഭഗവാന് സംശയമൊന്നുമില്ല, ഞാൻ തോറ്റാലും വേണ്ടില്ല, എൻ്റെ ഭക്തൻ തന്നെയാണ് ജയിക്കേണ്ടത്, കാണിച്ചു തരികയാണ്. അങ്ങനെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഗംഭീരമായിട്ട് ഓരോ ദിവസവും 1000, 10,000 കണക്കിന് യോദ്ധാക്കളെയാണ്, പാണ്ഡവപക്ഷത്തുള്ള യോദ്ധാക്കളെയാണ് ഭീഷ്മര് വീഴ്ത്തുന്നത്. അങ്ങനെ ഭീഷ്മരുടെ ആ ഒരു പ്രഭാവത്തിൻ്റെ മുൻപിൽ ആർക്കും നിൽക്കാൻ സാധിക്കണില്ല. അർജുനനടക്കം അവിടെ ക്ഷീണിതനാവുകയാണ്, പരാജയപ്പെടാൻ പോവുകയാണെന്ന് കാണുന്ന സമയത്ത് എൻ്റെ അർജുനൻ്റെ നേർക്കാണോ അങ്ങ് എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ടു, ക്രോധം അഭിനയിച്ചും കൊണ്ട്. അതാണ് പറഞ്ഞത്, രണ്ടാമത്തെ നാടകം പറഞ്ഞില്ലേ, ഭഗവാനൊക്കെ നാട്യാണ്, ഭഗവാനെ ക്രോധമൊന്നുമില്ല, ഭഗവാൻ ക്രോധം അഭിനയിച്ചും കൊണ്ട് താഴെ ഇറങ്ങിയിട്ട് അവിടെ കാണുന്ന ഒരു രഥത്തിൻ്റെ ചക്രം എടുത്തിട്ട് ഭീഷ്മരുടെ നേർക്ക് അങ്ങോട്ട് പുറപ്പെട്ടു എന്നാ. ഭീഷ്മർക്ക് സന്തോഷമായി അല്ലേ? നമ്മുടെ നേർക്ക് ആയുധവും കൊണ്ട് യുദ്ധത്തിൻ്റെ സമയത്ത് ആരെങ്കിലും വന്നാൽ ആരെങ്കിലും പൊട്ടിച്ചിരിക്കുകയോ? ചിരിക്കില്ല. ഭീഷ്മർ ചിരിക്കുകയാണ് ചെയ്തതെന്നാ. ചിരിച്ചും കൊണ്ട് ഭഗവാന്റെ മുൻപിൽ അഞ്ജലിബദ്ധനായിട്ട്
അവിടെ തലയും കുനിച്ചും കൊണ്ട് നിന്നു എന്ന്. ആ ഭാവം കണ്ടപ്പോൾ ഭഗവാന് സന്തോഷമായി. അത്രയേ ഉള്ളൂ. ആ ശപഥം പറഞ്ഞത് അത് മാറ്റണം, ഭക്തൻ തന്നെ ജയിക്കണം. അതുമാത്രമേ ഭക്തനും അത്രേ നിർബന്ധമുള്ളൂ, ഭഗവാനും അത്രേ നിർബന്ധമുള്ളൂ. അതിനു വേണ്ടി കാണിച്ച ഒരു നാടകം, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഭഗവാന്റെ കോപത്തിന് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, പ്രതിവിധി എന്താണെന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ അതും ഇവിടെ മേൽപ്പത്തൂർ പറയണു. ഭഗവാൻ നമ്മളിൽ കോപിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, വിനമ്രതയോടുകൂടി തല കുനിക്കുക, സമസ്താപരാധം പറയുക, സമർപ്പിക്കുക ഭഗവാന്റെ കാൽക്കൽ. ഭഗവാൻ സന്തോഷിക്കും, ഭഗവാൻ ക്ഷമിക്കും. അത്ര മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഭാവത്തിൽ ഭീഷ്മർ നിൽക്കലും ഭഗവാൻ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയി എന്നാണ് പറയുക. അങ്ങനെ ആ ഭീഷ്മരെ അനുഗ്രഹിച്ചു. പിന്നീട് ഇവിടെ പറയുന്നുണ്ട് എത്രയധികം സന്ദർഭങ്ങളിലല്ലേ നമുക്ക് തോന്നും പാണ്ഡവന്മാരാണ് കുരുക്ഷേത്ര യുദ്ധം ചെയ്തത്, അവരാണ് ജയിച്ചത് എന്നൊക്കെ തോന്നും. ഈ ഒരു ശ്ലോകം ഒന്ന് മനസ്സിൽ സ്മരിച്ചാൽ മതി. ദ്രോണരെ വധിക്കേണ്ട ആ ഒരു സന്ദർഭത്തിലായാലും ഭഗദത്തൻ എന്നുള്ള ആ ഒരു യോദ്ധാവ്, കൗരവപക്ഷത്തുള്ള യോദ്ധാവ് നാരായണാസ്ത്രം അയച്ച സമയത്ത് ഭഗവാൻ തൻ്റെ മാറിടത്തിലേക്ക് ആ അസ്ത്രം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നാ പറയാ. അത്രയ്ക്ക് വാത്സല്യാണ് പാണ്ഡവന്മാരോട്, അർജുനനോട് അത്രയ്ക്ക് വാത്സല്യ, തൻ്റെ മാറിടത്തിലേക്ക് അങ്ങോട്ട് ഏറ്റെടുത്തു. നാരായണാസ്ത്രം ഭഗവാനെ കൊണ്ട്, നാരായണനെ കൊണ്ട് മാത്രമേ ഇല്ലാണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ നാരായണൻ തന്നെ അവിടെ ആ മാറ് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. വക്ഷസ് കാണിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് നിന്നു. നാരായണാസ്ത്രം അവിടെ ഇല്ലാണ്ടായി. പിന്നീട് പറയുന്നുണ്ട് സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ച കഥയൊക്കെ നമുക്കറിയില്ലേ, ജയദ്രഥനെ വധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഒരു ലീലയാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണു നാഗാസ്ത്രം, കർണൻ നാഗാസ്ത്രം അയച്ച സമയത്ത് ഭൂമി ഭഗവാൻ ആഞ്ഞൊന്ന് ചവിട്ടീന്ന, താൻ നിൽക്കണ ആ ഒരു സ്ഥാനത്ത് നിന്ന് ആഞ്ഞൊന്ന് ചവിട്ടീന്ന, ഭൂമി തന്നെ ഒന്ന് താണ പോലെ. അപ്പൊ എന്തായി, അർജുനന്റെ ശിരസിനെ ലക്ഷ്യം വെച്ചിട്ട് അയച്ച അസ്ത്രമാണ്. അർജുനന്റെ കിരീടം അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ അർജുനനെ രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു ഭാവം, സദാസമയോ അതേ വാത്സല്യം മാത്രം അല്ലെ, തന്നെ ആശ്രയിച്ച് വന്ന ആളാണ് അല്ലെ, ആ ഒരു ഭാവമാണ് നമുക്കും വേണ്ടത്. ഭഗവാനിൽ സർവാത്മന ആശ്രയിച്ചു നോക്കൂ. പിന്നെ നമ്മൾ ഭഗവാന്റെ ഉത്തരവാദിത്തമാണ്, നമ്മളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പിന്നെ ഭഗവാന്റെയാണ്. അത് ഭഗവാൻ ഭംഗിയായി ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചു തന്നത്. ഓരോ തടസ്സം വരുമ്പോഴും, ഓരോ അപകടം വരുന്ന സമയത്തും എങ്ങനെയാണ് ഭഗവാൻ രക്ഷിക്കുന്നത്? ഇത് തൻ്റെ ഉത്തരവാദിത്തം, തൻ്റെ കാൽക്കലെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി താനാണ് നോക്കേണ്ടതെന്നുള്ള ഭാവത്തിലാണ് ഭഗവാന്റെ വാത്സല്യം വരുന്നത്. ഇവിടെ പറയുന്നു. അതിനുശേഷമാണ് പിന്നെ പറയുന്നത്, ഈ ഒരു സന്ദർഭത്തിലാണ് ബലരാമസ്വാമി അദ്ദേഹം അതേ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ആ സമയത്ത് തീർത്ഥയാത്രയ്ക്ക് പോയി എന്നാണ് പറയുക. കാരണം എന്താ, ബലരാമസ്വാമി യുദ്ധത്തിന് വന്ന ബലരാമനും അതെ കൃഷ്ണനും അതെ, രണ്ടും ശ്രീഹരിയുടെ തന്നെ സ്വരൂപങ്ങളാണ്. ഒന്ന് ആ ശേഷമൂർത്തിയാണ്, ഒന്ന് ഭഗവാൻ ശ്രീഹരി തന്നെയാണ്. അവര് യുദ്ധക്കളത്തിൽ ഇറങ്ങിയ 18 ദിവസമൊന്നും വേണ്ടിയില്ല, യുദ്ധം ഒരു നിമിഷം കൊണ്ടൊക്കെ കഴിയും അല്ലേ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ നേരിട്ടിടപെടില്ല. തങ്ങൾ ചെയ്യേണ്ട കർമ്മം താൻ തന്നെ ചെയ്യണം, പാണ്ഡവന്മാർ ചെയ്യേണ്ട കർമ്മം പാണ്ഡവന്മാർ തന്നെ ചെയ്യണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും നമ്മൾ പ്രയത്നിക്കുന്ന സമയത്ത്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവർ നേരിട്ട് ഇടപെടാതിരുന്നത്. അത് കാരണമാണ് ബലരാമൻ ആ സമയത്ത് തീർത്ഥയാത്രയ്ക്ക് പോയി. വേറൊരു കാരണവും പറയും. എന്താന്ന് വെച്ചാൽ ഭഗവാൻ നിരായുധനാണെങ്കിലും പാണ്ഡവപക്ഷത്താണ് നിൽക്കുന്നത്. തൻ്റെ ഏറ്റവും വത്സല ശിഷ്യനായിട്ടുള്ള ദുര്യോധനൻ കൗരവപക്ഷത്താണ് നിൽക്കുന്നത്. അപ്പോൾ ബലരാമനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്താണ് നിൽക്കേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് അദ്ദേഹം പോയതെന്നും അങ്ങനെയും പറയാറുണ്ട്. എന്തായാലും അങ്ങനെ പോയ സമയത്ത് ആ സന്ദർഭത്തിലാണ് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് സൂതനെ കാണുന്നത്. ആ സൂതൻ എഴുന്നേറ്റ് ബഹുമാനിച്ചില്ല എന്നുള്ള പേരിൽ അവിടെ വധിക്കുന്നുണ്ട്. ആ സൂതന്റെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസനെ പിന്നീട് സൂതനായും കൊണ്ട് അവിടെ തീരുമാനിക്കുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹിക്കണ ഭാവം അവിടെ ഉണ്ട്. പിന്നെ ബിൽവലൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനെ അവിടെ വധിക്കണ കഥ, അതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അതൊക്കെയൊന്നും വിസ്തരിച്ച് കിടക്കാത്തത്. അങ്ങനെ ഏതൊരു ഭാവമാണോ താൻ യുദ്ധത്തിൽ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരുന്നത്, ഭീമദുര്യോധന യുദ്ധം അവസാനത്തെ ഭാഗം, ആ സമയമാകുമ്പോഴേക്ക് അങ്ങോട്ട് എത്തിച്ചേരും ചെയ്തു ബലരാമൻ അല്ലേ. അത് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തീർത്ഥയാത്രയ്ക്ക് പോയത്. പക്ഷെ ആ സമയമായപ്പോഴേക്കും ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് അങ്ങോട്ട് എത്തുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം ഭീമൻ അവിടെ തൊടയിൽ പ്രഹരിച്ചിട്ടാണ് ആ ദുര്യോധനനെ വീഴ്ത്തുന്നത്. ഇത് അധർമ്മാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ബലരാമൻ വരുന്നുണ്ട്, ഗുരുനാഥനായിട്ടുള്ള ബലരാമൻ വരുന്നുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ അധർമ്മം പ്രവർത്തിക്കേണ്ടി വന്നത്. കാരണം ആ ദ്രൗപദിയെ അപമാനിച്ചും കൊണ്ട് തൻ്റെ തൊടയിൽ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ അപമാനിക്കുന്നുണ്ട്. ആ സമയത്ത് ഭീമസേനൻ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, ഇതേ തൊട തട്ടിത്തെറിപ്പിച്ചിട്ടാണ് നിന്നെ ഞാൻ വധിക്കുക. ആ പ്രതിജ്ഞയാണ് ഇവിടെ സത്യമാവണത്.
അതുണ്ട്. പിന്നെ ഭാരതത്തിൽ തന്നെ നമുക്കറിയാം ഗാന്ധാരി ദേവിയുടെ ആ ഒരു ശക്തി, ആ ഒരു അനുഗ്രഹം, തപശക്തി ഏൽക്കാത്തൊരു ഭാഗം ആ തുടകൾ മാത്രമാണ്. അത് കാരണമാണ് ആ ഭാഗത്ത് പ്രഹരിച്ചത്. അതൊക്കെ പല കഥകൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. എന്തായാലും അവിടെ ആ മഹാഭാരത യുദ്ധം അവിടെ അവസാനിച്ചു. ദുര്യോധനനെയും കൂടി വധിച്ചതോടുകൂടി അതവിടെ അവസാനിച്ചു എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ അനന്തരമായിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് പകയോടുകൂടി അശ്വത്ഥാമാവ് വന്ന് അന്ന് രാത്രി ഉറങ്ങിക്കിടക്കണ പാഞ്ചാലിപുത്രന്മാരെ എല്ലാവരെയും വധിച്ചു. ആ സമയത്ത് ഈ ആദതായി ആയിട്ടുള്ള ആ അശ്വത്ഥാമാവിനെ ശിക്ഷിക്കണം എന്നുള്ള ഭാവത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയക്കുകയാണ്. ബ്രഹ്മാസ്ത്രം അയച്ച സമയത്ത് ഭഗവാൻ അർജുനനോട് പറയണു, അത് ഉപസംഹരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അർജുനൻ ഉപസംഹരിച്ചു. മാത്രമല്ല ശിക്ഷയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ശിരോരത്നം, ഈ അശ്വത്ഥാമാവിൻ്റെ തേജസ്സിൻ്റെ ഉറവിടമായിട്ടുള്ള ശിരോരത്നം അതവിടെ പിഴുതെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശപിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്നാലും അശ്വത്ഥാമാവിൻ്റെ ആ അസ്ത്രം, ബ്രഹ്മാസ്ത്രം, അതിൻ്റെ തേജസ് അപ്പോഴും മങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നീട് ഈ ഉത്തരാഗർഭത്തിലുള്ള പരീക്ഷത്തിൻ്റെ നേരെ വന്ന സമയത്ത് പാണ്ഡവന്മാരുടെ അവസാനത്തെ ആ ഒരു നാളാണ് അല്ലെ, ആ ഒരു ദീപാണ്, ആ വംശത്തിൻ്റെ അവസാനത്തെ ദീപാണ് ആ പരീക്ഷത്ത്. ആ പരീക്ഷത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരാഗർഭത്തിലേക്ക് ചെന്ന സമയത്ത് ഉത്തരാദേവി ഓടി വന്നിട്ട് ഭഗവാന്റെ കാൽക്കൽ വീഴുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വിഷമല്ല ഗുരുവായൂരപ്പ, അടിയന്റെ ആ ഗർഭത്തിലുള്ള പുത്രനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഉത്തരാദേവി അതെ ദ്രൗപദി കാണിച്ച അതേ ഉദാഹരണം അത് ഏറ്റെടുത്തും കൊണ്ട് ആ ഒരു ഉപമ മനസ്സിലാക്കിയും കൊണ്ട് അതിൽ നിന്ന് പ്രേരിതയായിട്ടാണ് കാണിച്ചു തരുന്നത്. ദ്രൗപദിക്ക് അന്ന് രക്ഷ, ആ ചേല കൊടുക്കാനായിട്ട് ആ ചൂതുസഭയിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും പാണ്ഡവന്മാരവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ നേർക്കല്ല ഓടിയത് ഉത്തരാദേവി, ഓടിയത് ആ ഭഗവാന്റെ കാൽക്കൽ വീഴാനാണ്. അതങ്ങോട്ട് കണ്ടപ്പോഴേക്കും വളരെയധികം വാത്സല്യം തോന്നി. തൻ്റെ മരുമകൻ്റെ പത്നിയാണ്, അഭിമന്യുവിൻ്റെ പത്നിയാണ്. ആ ഉത്തരാദേവി അങ്ങനെ അങ്ങോട്ട് വീണ സമയത്ത് ഭഗവാൻ സഹിക്കാൻ സാധിച്ചില്ല. ഒരു തള്ളവരലിൻ്റെ ആ ഒരു വലിപ്പത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ചുരുങ്ങിയിട്ട് ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച് സുദർശന ചക്രം കൊണ്ട് ബ്രഹ്മാസ്ത്രത്തിനെ ഇല്ലാണ്ടാക്കി ആ പരീക്ഷത്തിനെ അവിടെ സംരക്ഷിച്ചു എന്നാണ് പറയുക. അങ്ങനെ ആ ഉത്തരാദേവി അവിടെ അനുഗ്രഹിച്ചു. പിന്നീടാണ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ കുന്തിസ്തുതി, ഭീഷ്മസ്തുതി എന്നുള്ള ഭാഗങ്ങളൊക്കെ വരിക. ഈ ഭീഷ്മസ്തുതിയുടെ തന്നെ ഒരു ചുരുക്കം അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടാണ് മേൽപ്പത്തൂര് നിർത്തുന്നത്. ആ ഭീഷ്മര് ശരശയ്യയിൽ കിടക്കണ ആ ഒരു സന്ദർഭത്തിൽ യുധിഷ്ഠിരൻ അനേകം മനസ്സിൽ സംഘർഷം കൊണ്ട് വരികയാണ്. അവിടെ ധർമ്മോപദേശം കൊടുക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം മുതലായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നടക്കുന്നത് മഹാഭാരതത്തിൽ. എന്തായാലും അങ്ങനെ ആ ധർമ്മത്തിൻ്റെ ഉപദേശമൊക്കെ കൊടുത്തതിന് ശേഷം ഭഗവാനെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഭക്തൻ ഭഗവാനിൽ ചെന്ന് ലയിച്ചു എന്നാണ് പറയുക. ഭീഷ്മസ്തുതി ഭാഗവതത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഭാഗമാണ്, അതിന് തൊട്ടു മുൻപുള്ള ഭാഗം. അത് കഴിഞ്ഞിട്ടാണ് ഈ ധർമ്മപുത്രരെ കൊണ്ട് തന്നെ 3 അശ്വമേധയാഗവും കൂടി ചെയ്യിപ്പിച്ച് എല്ലാ രീതിയിലും ആ ധർമ്മപുത്രരെ സന്തുഷ്ടനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് ദ്വാരകയിലേക്ക് തിരിച്ചു വന്ന ഹേ ഗുരുവായൂരപ്പ, അടിയൻ്റെ രോഗങ്ങൾ മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാരത കഥ 2 ദശകങ്ങളായിട്ട് മേൽപ്പത്തൂര് സമർപ്പിക്കുന്നത്. ഈ ഭാഗം നമുക്ക് ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം. ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സാൽവോ ഭൈഷ്മീ വിവാഹേ യദുബലവിജിതശ്ചന്ദ്രചൂടാദ്വിമാനം വിന്ദൻ സൗഭം സമായി ത്വയി വസതി കുരും ത്വത്പുരീമഭ്യഭാംക്ഷീത് പ്രദ്യുമ്നസ്തം നിരുന്ധൻ നിഖിലയതു ഭടൈർന്യഗ്രഹീദുഗ്രവീര്യം തസ്യാമാത്യം ദ്യുമന്ദം വ്യജനി ച സമര സപ്തവിംശത്യഹന്ത താവത്വം രാമശാലീ ത്വരിതമുപഗതഃ ഖണ്ഡിതപ്രായസൈന്യം സൗഭേശം തം ന്യരുന്ധാസ കില ഗദയാ ശാർങ്ങമഭ്രംശയത്തെ മായാതാതം വ്യഹിംസീദപി തവ പുരതഃ തത്വയാപി ക്ഷണാർദ്ധം നാജ്ഞായിത്യാഹുരേകേ തദിതമവമതം വ്യാസ ഏവന്യഷേധീത് ക്ഷിപ്ത്വാ സൗഭം ഗദാചൂർണിതമുദകനിധൗ മംഷു സാൽവേ അപി ചക്രേണോത്കൃത്തേ ദന്തവക്ത്രപ്രസഭമഭിപതന്നഭ്യമുഞ്ചദ്ഗദാം തേ കൗമോദക്യാഹതോസാവപി സുകൃതനിധി ചൈത്യവത് പ്രാപദൈക്യം സർവേഷാമേഷ പൂർവം ത്വയി ധൃതമനസാം മോക്ഷണാർത്ഥോവതാര ത്വയ്യായാതെ അധജാതേ കില കുരു സദസി ദ്യൂതകേ സംയതായ
क्रन्दन्त्यायाज्ञसेन्यासकरुणमकृधाश्येलमालामनन्दाम् अन्नान्दप्राप्तशर्वांशजमुनिचकितद्रौपदी चिन्तितोऽथ प्राप्तशाकान्नमश्नन्मुनिगणमकृथा तृप्तिमन्दं वनान्दे युद्धोद्योगे अथ मन्द्रे मिलति सति वृतः फल्गुनेन त्वमेक कौरव्ये दत्तसैन्यः करिपुरमगमोदुत्यकृत्पाण्डवार्थं भीष्मद्रोणादिमान्ये तव खलु वचनेऽधिकृते कौरवेण व्यावृण्वन् विश्वरूपं मुनिसदसि पुरीं क्षोभयित्वा गतोऽभू जिष्णोस्त्वं कृष्णसूदत् खलु समरमुखे बन्धुघाते दयालुं खिन्नं तं वीक्ष्य वीरं किमिदमयि सखे नित्य एकोऽयमात्मा को वध्यः कोऽत्र हन्ता तदिह वधभयं प्रोज्झ्य मय्यर्पितात्मा धर्म्यं युद्धं चरेति प्रकृतिमनयथा दर्शयन् विश्वरूपम् भक्तोत्तंसेन भीष्मे तव धरणिभरक्षेपकृत्यैकसक्ते नित्यं नित्यं विभिन्दत्यवनिभृतयुतं प्राप्तसादे च पार्थे निःशस्त्रत्वप्रतिज्ञां विजहदरिवरं धारयन् क्रोधशाली वाधावन् प्राञ्जलिं तं नतशिरसमथो वीक्ष्य मोदादपागा युद्धे द्रोणस्य हस्तिस्थिररणभगदत्तेरितं वैष्णवास्त्रं वक्षस्याधत्तचक्रस्थगितरविमहा प्रार्थयत् सिन्धुराजं नागास्त्रे कर्णमुक्ते क्षितिमविशमयन् केवलं कृत्तमौलिं तत्रापि पार्थं किमिव न हि भवान् पाण्डवानामकार्षीत् युद्धादौ तीर्थगामी स खलु हलधरो नैमिषक्षेत्रमृच्छन्न प्रत्युत्थायि सूतक्षयकृदथ सुतं तल्पदे कल्पयित्वा यज्ञघ्नं बल्वलं पर्वणि परिदळयन् स्नादतीर्थो रणान्दे सम्प्राप्तो भीमदुर्योधनरणमशमं वीक्ष्य यातः पुरीं ते संसुप्तद्रौपदेयक्षपणहदधियं द्रौणिमेत्यत्वदुक्त्या तन्मुक्तं ब्राह्ममस्त्रं समहृतविजयो मौलिरत्नं च जह्रे उच्छित्यै पाण्डवानां पुनरपि च विशत्युत्तरागर्भमस्त्रे रक्षन्नङ्गुष्ठमात्रः किल जठरमगाः चक्रपाणिर्विभूत्वं धर्मौघं धर्मसूनोरभिददखिलं छन्दमृत्युः स भीष्मस्त्वां पश्यन् भक्तिभूम्नैव हि सपदि ययौ निष्कळब्रह्मभूयं संयाज्याधाश्वमेधै त्रिभिरतिमहितै धर्मजं पूर्णकामं सम्प्राप्तो द्वारकां त्वं पवनपुरपते पाहि मां सर्वरोगात्. ഗുരുവായൂരപ്പാ ശരണം.